സുഖത്തിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ, ഏഭ്യന്മാര്. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ. അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ. മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നീല. പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? ആ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല. കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ് ഉവ്വ്. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താനെന്താ നോക്കണേ? വാലിന്റെ 6 അടി പോരെ നീലെണ്ണ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവണോ? ഡീസൽ അടിച്ചോ? എങ്ങോട്ടാണാവോ? ഓ, ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാള് വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ. അയ്യോ ഓടി ഓടേ! ഇതാ എന്റെ അനിയൻ വെള്ളം കുടിക്കാൻ പോണേ. എനിക്ക് നീന്താനാണ്. My brother drinking water. I know swimming. Dying. Help. Jump. Oh my God. You. Saipa, jump. Saipa, my brother dying. Jump. എന്താണ് സായിപ്പ് ഇത്? മര്യാദയ്ക്ക് കുടിക്കാനും സമ്മതിക്കല്ലേ? Hey! Hey, stop here! Hey! Where's the son of a bitch? He stole my clothes. My God, what should I do? Hello, sir. What happened actually? Everything. What happened? Bloody thieves. I reported the police. ഈശ്വര, സായിപ്പന്മാരിലുണ്ടോ ദരിദ്രവാസികൾ? പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ. എന്തിനെ? പിടിച്ചു പറയടത്തേന്. പിടിച്ചു പറയാ? ആര്? എന്തായി പറയുന്നത്? നീ അല്ലടാ സായിപ്പിൽ തുണി മണം മുട്ടിച്ചത്? തുണിയും പണവും മോഷ്ടിച്ചോ? പോക്കർത്തരം പറയരുത്. നാളെയില്ലാത്ത എച്ചി സായിപ്പ്. എന്തായാലും നീ മോട്ടിച്ചില്ലേ? അല്ല, എനിക്ക് അറിഞ്ഞോടാത്തോണ്ട് ചോദിക്കാ. സാറിന് എന്താ ഇത്ര ദണ്ണം? സായിപ്പ് സാറിന് അളിയനെ പറ്റാണോ? നീ കാണിച്ച പോകൃത്തത്തിന് തല്ലുകൊണ്ടത് എനിക്കാ. എന്തിനാ തല്ലാൻ ഭാഗത്തിൽ ചെവിടും കൊണ്ട് സായിപ്പിന് മുമ്പിൽ ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും. അത്ര ദണ്ണം ഉണ്ടെങ്കിൽ ദാണ്ടെ സായിപ്പിന് കൊണ്ട് ചെന്ന് കൊടുത്താട്ടെ. അണ്ണാ, അണ്ണോ, അണ്ണോ, ഈ അണ്ണൻ എവിടെ പോയി? അല്ല, അങ്ങനെ പോയാലോ? പോയി നോക്കട്ടെ ശരിയാവോന്ന്. അവിടെ നിൽക്കണ കള്ള. എന്താ വിളിച്ചേ? കള്ളാന്ന്. കള്ളാന്ന്. അതെ, കള്ളം തന്നെ. മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. സാറിന്റെ പൈസ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചു വാങ്ങിക്കും. ഒരു പിന്നെ ഇല്ല. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ. ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം. ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ. ഇതൊന്നും പറയാൻ പറ്റൂല്ലെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടാ. ഇന്നലെ താൻ എന്ത് ചെയ്യും? താൻ 10,000 രൂപ മോട്ടിക്കാൻ നടക്കുന്ന കള്ളനാണെന്ന് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും. ഇയാളിത് എവിടുന്ന് വരുന്നു? ഏതെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് നടക്കൂ? ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന് പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും. അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത്? ഞാൻ കള്ളനാവോ അല്ലാതിരിക്കോ ചെയ്യും. എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണ്ടത്? അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ? എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ
മാന്യമായ എന്തും. മോഷണം മാന്യമായ പണിയാണോ? മിനക്കെടുത്താ ഇടോ അവിടെ നിൽക്കണോ, ഒരു കാര്യം പറയട്ടോ. ഇത് വലിയ കഷ്ടമായല്ലോ. ദേ ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ രൂപ രൂപ ഞാൻ തരാം. ശരിയോ? 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന്? ചുമ്മാ തലയ്ക്ക് അല്പം വട്ടുള്ളതുകൊണ്ട്. ആ അത് ശരി, അപ്പൊ അറിയാല്ലേ. ഞാൻ വിചാരിച്ചു. എടോ പണിയുണ്ടെന്ന്. എന്ത് പണി? തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? ഏ? നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം. നാടകത്തില്? അല്ല, ജീവിതത്തില്. സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദിവസം 1000 രൂപ വെച്ച് തരും, 15 ദിവസം. എടോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും? ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം തായനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ? തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം, എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. എന്താ ഇങ്ങോട്ട് മാറിയുന്ന? ഇങ്ങോട്ട് മാറിയിക്കാൻ. നേരെ നിൽക്കേ. എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു SA ആയ ഞാൻ വെറും ഓട്ടോക്കാരായ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കുവേ. ഞങ്ങൾ അതുപോലെ തന്നെ, ഞങ്ങൾക്ക് വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഇപ്പൊ IG അദ്ദേഹം വിളിച്ചാല് ഞങ്ങൾ ഒപ്പം പോയിരുന്ന് മദ്യപിക്കും. അല്ല, നമ്മൾ ഓട്ടോക്കാരാണ്, IG അദ്ദേഹമാണ്, ഞങ്ങളൊപ്പം പോയിരുന്ന് മദ്യപിക്കും. എനിക്കെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചതാ? എന്ത് വാങ്ങിച്ചെന്നാലും പകല് റോഡിൽ വെച്ച് കാണുമ്പോ സാറ് എവിടെ RC ബുക്ക്, എവിടെ ലൈസൻസ് വെച്ച് വരട്ടൂല്ലേ? അതെന്റെ ഡ്യൂട്ടി, അത് ഞാൻ ചെയ്യും. യൂണിഫോം ഇട്ടാലുണ്ടല്ലോ. സാറ് ചെകുത്താനാണ്. ഞങ്ങൾക്കും ജീവിക്കണ്ടേ സാർ? എല്ലാവർക്കും ജീവിക്കണ്ടടാ മോനെ. എനിക്ക് നിങ്ങളെ പോലെ കഞ്ഞിയും ചമ്മന്തി ഒന്നും കഴിച്ച് ശീലമില്ല. വൈകുന്നേരം ആകുമ്പോ ഇത്തിരി ബ്രാൻഡിയെ കുടിച്ച് 2 ചിക്കന്റെ കാലൊക്കെ കടിച്ച് അങ്ങനെ ജോളിയായിട്ട് നല്ല ഡള്ള കുഷനിലൊക്കെ കിടന്നുറങ്ങി വിശാലമായിട്ട്. അങ്ങനെ വരുമ്പോ നിന്റെ RC ബുക്ക് മാത്രമല്ല, നിന്റെ അച്ഛന്റെ RC ബുക്ക് ഞാൻ വാങ്ങിക്കും. അങ്ങോട്ട് മാറിക്കടാ. മാറിയില്ലേ? സാറിന്റെ പുറത്താണ് കയറിച്ചായിരുന്നു. അതെ, എന്തായാലും കഴിക്കാൻ വേണമെങ്കിലും വാങ്ങിച്ചു തരാം. കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു. അതെ, അത് ശരി കാര്യങ്ങൾ. അതായത് ഇന്ന് കാലത്ത് നമ്മുടെ സ്റ്റാൻഡില് പുതിയ ഒരുത്തൻ ഓട്ടോ കൊണ്ടിട്ട് ഓടിച്ചു. സുരേഷ് നല്ല ചെക്കനാവൻ, അവൻ ഓടട്ടെ. നല്ല ചെക്കനാണെങ്കിൽ സാർ അവനെ ദത്തെടുത്ത് വളർത്തിക്കോട്ടല്ലേ. പക്ഷെ നമ്മളവനെ അവിടെ ഓടാൻ സമ്മതിക്കില്ല. അല്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞാനും സമ്മതിക്കില്ല. എന്തോന്നിത്? ഈ ഹോട്ടലില് കൊതുമ്പുംചൂട്ടൊക്കെ ഇട്ട് കത്തിച്ച് അടുപ്പിലാ ഭക്ഷണം കൊടുക്കുന്നു? ചിക്കൻ സിസ്റ്റർ ഒരു പ്രത്യേക ഡിഷാ. നീ അവിടെ പഠിപ്പിക്കൊന്നും വേണ്ട, നമുക്കറിയാം, നമ്മള് കഴിച്ചിട്ടുള്ള. ഞങ്ങൾ തരുന്ന കാശ് തന്നെ ഏട്ടാ. നീ നേരത്തെ സാറ് വിളിച്ചപ്പോ മൈൻഡ് ചെയ്യാത്തത് നമ്മള് നിനക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ. പ്രശ്നമൊന്നും ഉണ്ടായില്ല, വേണമെങ്കിൽ ഉണ്ടായില്ല. കാരണം എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇതിനേക്കാ വലിയ അടുപ്പില് ഇതിനേക്കാ വലുത് 3 പോരെ. സാറിനോട് കൂട്ടിച്ചല്ലേ ഇവിടെ നിൽക്കണം. സാറ് വിളിക്കണായിട്ട് 2 ബോൺലെസ് ചില്ലി ചിക്കൻ പാർസലായി. എന്റെ ഭാര്യക്ക് ബോൺലെസ് ചില്ലി ചിക്കൻ വലിയ ഇഷ്ടം. അപ്പുറത്തിരിക്കുന്നവന്മാര് തരുന്നതിലും കൂടുതൽ ടിപ്സ് ഞാൻ തരും. നീ നമ്മുടെ ആളായിട്ട് ഇവിടെ നിക്ക്. സാറിന് സ്മോൾ ഒഴിച്ചു കൊടുക്കും. ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം. ചോദിക്കും. നമ്മുടെ സുരേഷിന്റെ കാര്യം നിങ്ങൾ എന്താ ചെയ്തോ? ഞാൻ അതിൽ ഇടപെടുന്നില്ല. സാറിന്റെ പാഴ്സൽ വയ്യാത്തൊരിടങ്ങറിന് കയ്യാങ്കളിക്കാട്ട് ഇതാണ് അവന്റെ ഓട്ട. ഇതെങ്ങനെ അവന്റെ ഓട്ടയാന്ന്? ഇതിന് മുണ്ടും തുണിയൊന്നുമില്ലല്ലോ. അതൊക്കെ ഒരു കുട്ടിയുണ്ടാവും. അവിടെ ഇതാ ഇത് ന്യൂട്രാക്കണ.
അല്ല പോട്ടെ അങ്ങോട്ട് പോട്ടെ തെങ്ങ് തെങ്ങ് ഓടിച്ചിങ്ങോട്ട് ഓടിച്ചെന്ന് ഇതൊക്കെ തലയിൽ വെച്ചുള്ളൂ നമ്മളത് നിങ്ങൾക്ക് അല്ല എന്തിന് വയ്യാത്തൊരു തെങ്ങേറിന് അവിടെ വെക്കട്ടെ നമുക്ക് നമുക്ക് ഇവനെ പാതാളത്തിലേക്ക് തള്ളിവിടാം. പാതാളത്തിലാകുമ്പോ ഒരുപാട് സ്ഥലം ഉണ്ടാവും, ട്രാഫിക്കും കുറവാണ് അവിടെ. ഇവിടെ ആവുമ്പോ കുളവും കായലും ഒക്കെ ഉണ്ട്. ഇവൻ വിശാലമായി നീന്തി കളിക്കട്ടെ. വെള്ളം വെള്ളം പോട്ടെ തള്ളിയോ പോട്ടെ. ഡോക്ടർ ഭഗവതി പറശ്ശാമ്പുരം അറിവില്ല, അപ്പൊ ക്ഷമിക്കണേ. മണ്ണ് മാറിയിട അവരടക്കി ഇനി എവനെയും പൊക്കിയെടുത്തോണ്ട് നമ്മുടെ ചാനൽ എങ്ങാനും വന്നാൽ 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 വന്നാലാ വാ. ദേ, ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റി ഒന്നിച്ചിങ്ങാന്നേ. ചെവി കേട്ടൂടെ? കാശ് തരാൻ തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശാ തന്നെ ഏൽപ്പിച്ചതല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ആ, മനസ്സിലായി. അത് തന്നെയാ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി ഈ നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് തന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ഇങ്ങിതാ, ബാക്കി നാളെ തന്നാ മതി. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്ക കുറെ കാണുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ കാണും. എന്നാ പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുമുണ്ട്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട, കൈവള് പിന്നെ ഞാനങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടേ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത്. കഞ്ഞികള് ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ, തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. ആഹാ,
ഞാൻ കാണിച്ചു തരാം. ആ ആ ആ ആ എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെയെന്നാ ചോദിച്ചത്. ഉടനെ മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനി സ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ പരിപാടിപ്പുള്ള പലതും കാണും. ഓ ആ പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിട്ടിരിക്കുന്നത്. ഇയാൾക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ, അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കെ, താൻ ആ ഫയലെല്ലാം എടുത്ത് ഓഫീസിലേക്ക് വെക്കും. ഓ ശരി സർ. ബാക്കി ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നക്കി കുടിക്കും. ആർക്കാണോ അത്? പുലിയിരുന്ന് ആടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കടോ തന്റെ പോലീസിനെ. ആ സമയം പത്രക്കാരെയും ടി വിക്കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2000 ചില്ലാനം രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി കൊട്ടേഷൻ തന്ന ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്. കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. ഈ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാങ്ങുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്ത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്. പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാറ്. അല്ല, വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക. സാർ, വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തൊക്കെ എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. ഞാൻ ശോഭരാജ് അല്ല സാർ, ധർമ്മരാജാണ്. ഇതുവരെ നീ ഇറക്കിയിട്ടില്ലാത്ത ഒരു പുതിയ നമ്പറാണല്ലോ ഇത്. അതെ, നീ ധർമ്മരാജാവാണോ അതോ CV യുടെ ധർമ്മരാജാവാണോ? കുടലെടുത്ത് കാണിച്ചാലും വാഴുനാരാണെന്ന് പറഞ്ഞാൽ എന്തി?
സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ആട്ടെ, നീ ശോഭരാജല്ലെന്നുള്ളത് എന്താ തെളിവ്? ഞാൻ ബൾട്ടി അടിച്ച് കാണിക്കാം സാർ. അതും വിശ്വാസമായില്ലേ? മരണം കെട്ടി സൈക്കിൾ ഓടിച്ച് കാണിക്കാം സാർ. ഞാൻ വലിയ എനിക്ക് സർക്കസ് കാണിച്ച് നടന്നവനാ. എന്നിട്ട് എന്റെ ഗുളിയം 12 ഇരിക്കുന്ന സമയത്താ ഞാൻ DIG അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹം എന്നെ ഈ വേഷമൊക്കെ കെട്ടിച്ചത്. ആട്ടെ, അദ്ദേഹം പറഞ്ഞ സാറ് വിശ്വസിക്കോ? മിസ്റ്റർ മോഹൻദാസ് ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുക. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയല്ലോ. എന്നാലും അദ്ദേഹം എന്നെ കണ്ടാ മനസ്സിലാക്കും. സാറ് ദയവ് ചെയ്ത് എന്നെ അദ്ദേഹം കിടക്കുന്നിടത്തേക്കൊന്ന് കൊണ്ടുപോകും. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല. മിസ്റ്റർ സാജി, ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് അറിയണമല്ലോ. ഞാൻ ഇവനെ മോഹൻദാസിന്റെ അടുത്ത് കൊണ്ടുപോകാം. ലെറ്റ് us give him a chance. ഓക്കെ സർ. വേണം. ഇവൻ ശോഭരാജല്ല, നമ്മൾ നശിപ്പിക്കാൻ വന്നു കയറിയ ധൂമകേതുവാണ്. സാർ, 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 ഇത് ഞാനാണ്, ധർമ്മരാജാണ് സാർ. സാർ, എന്നെ രക്ഷിക്കണം സാർ. ശോഭരാജാണെന്നും പറഞ്ഞ് ഞാൻ ആരാണെന്നുള്ള സത്യം സാറിന് അറിയാമല്ലോ. സാർ ഇവരോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കണം. സാർ, 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 അമ്പേരെ, ഇയാൾ ലോക്കപ്പ് ചെയ്യൂ. എന്റെ പൊന്ന് സാറെ, ചതിക്കല്ല, ഞാൻ നിരപരാധിയാണ്. എടോ, 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുമെന്നാണ് നമ്മുടെ നിയമം. നിയമം പുസ്തകത്തിലേ ഉള്ളൂ സാർ. ലോക്കപ്പിൽ കിടന്ന് ഇടിമേടിക്കുന്ന പാതി പേരും നിരപരാധികളാ. സാറിന്റെ വാചമടിയിൽ വീണുപോലെ ഇവൻ ഭയങ്കരനാ. മിസ്റ്റർ സാജി, പല രാഷ്ട്രങ്ങളിലെയും വിവിധ തരത്തിലുള്ള കുറ്റവാളികളെ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് എന്റെ നിഗമനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. ഇവൻ എന്ത് പറഞ്ഞാലും തെളിവ് കിട്ടുന്നവരെ ഇവന് ലോക്കപ്പിലാക്കിയേ പറ്റൂ. എന്റെ പൊന്നു സാറെ, അകത്ത് കിട്ടിയ യവന്മാരെല്ലാം കൂടെ എന്നെ ഞെക്കി കൊന്നുകളയും. അവർ നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഇവിടെ പോലീസ് കാവൽ നിൽക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കാനാണ്. ഇയാൾ ലോക്കപ്പ് ചെയ്യൂ. ഇതിലും നല്ലത് സാറന്മാര് തന്നെ എന്നെ ഉരുട്ടി കൊല്ലുന്നതാ. ഇപ്പോൾ നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്താൽ ഇവൻ ശോഭരാജല്ലെന്ന് പോലീസിന് മനസ്സിലാവും. നീ കുറച്ചുകാലം ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചില്ലേ? ഒന്നുകിൽ നിയമം നിന്നെ തൂക്കിലേറ്റും, ഇല്ലെങ്കിൽ നിന്റെ മരണം ഞങ്ങളുടെ കൈകൊണ്ടായിരിക്കും. ഒഴിച്ചു കൊടുക്ക്, എന്നിട്ട് ചെവിയിൽ ഓതിട്ട് പ്രാന്തെടുപ്പിക്കേ. നീല, എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള ചീട്ടുകളി തുടങ്ങിയേ? ചോദിച്ചത് കേട്ടില്ലേ? കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം. എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ. എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ. തണ്ടാമാരെയും കൂട്ടി നാളേരെ ഇടിക്കാൻ പോയിട്ട് നാണം കെട്ട് വരിക. ആ, കാശ് ചോദിക്കുമ്പോ തരണം, ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ തോറ്റെന്റെ തേവരെ. എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ? തന്നെ പണയത്തിന് ആരെടുക്കൂടോ, പരട്ട വാരരെ. ഇളിക്കണ്ട വാനരന്മാരെ, നട്ടപ്രാന്ത് പിടിച്ച് നിൽക്കാൻ ഞാൻ. അവരെത്തിയല്ലോ. ഇതേതാ ഈ പുതിയ അവതാരം? വാരരെ അകത്തേക്ക് പോവാ. ആ, പോവാ. ചാക്കോ, കല്ലൻ ചാക്കോന്നാ വിളിക്കുക. കണ്ണീർ കായലിൽ ചീട്ടിറക്ക് പോയപ്പോളെ കണ്ണീർ കായലിൽ അല്ല നമ്മളെ കള്ളാസിന്റെ തോണി കാറ്റിലുലയും ചീട്ടിറക്കാൻ ഒലക്ക വേജാറാക്കലേ കമ്പൗണ്ടറെ. ഇന്നൊരു എണ്ണം കെട്ട ദിവസം തന്നെ. ഹലോ, എന്നാണ് സാറിന് വല്ലാത്തത്? ഏതായാലും എച്ച് കൃഷ്ണ കൊച്ചുമോളുടെ ചവിട്ട് കൊള്ളേണ്ടി വന്നില്ല എനിക്ക്. ചവിട്ട് ഉണ്ടെങ്കിൽ എന്ത്, സ്ഥിരം സവാരി വരണം ഒത്തു കിട്ടിയല്ലോ അല്ലേ കേട്ടാ? സ്ഥിര സവാരിയൊക്കെ ഒത്തു കിട്ടി. പക്ഷെ കൃഷ്ണൻ പറഞ്ഞ എന്താന്നറിയാ? നീ കൊണ്ടുവിട്ടിട്ട് വാ, മീറ്റർ ചാർജ് ഒന്നും തരില്ല, മാത്രം വല്ലം തലാം
തരും തരും. തരും എന്തെങ്കിലൊക്കെ തരും അല്ലേ? വാടക കൂട്ടി ചീത്ത എഴുതി കയ്യിൽ തരും. അതാണ് അങ്ങനെ നമ്മുടെ അടുത്ത്. എന്തെങ്കിലും ആവട്ടെ, കൊച്ചുമോളെ കൊണ്ട് വിടുന്നിടത്തോളം കാലം ഇവിടെ ഇറങ്ങി പോകാനൊന്നും പറയില്ലല്ലോ. ഇത് നോക്ക്, ഇതിനാണ് അവന്മാർ 1 രൂപ ചാർജ് ചെയ്യുന്നത്. നമുക്ക് നല്ല പളവളാന്നിരിക്കുന്നത്. എനിക്കും തേക്ക് 5-6 ഉണ്ടായിരുന്നു. നല്ല പൊളപൊളാന്ന് തേച്ച് തരുമോ? നിന്റെ മാത്രമാക്കുന്ന എന്തിന്? നിന്റെ അച്ഛൻ പപ്പട കൈമള് ലെങ്കോട്ടിയും നിന്റെ അപ്പൂപ്പന്റെ ഫോണോ എടുത്തോണ്ടോ? ഞാൻ നല്ല ബേഷ ഇസ്തിരിയിട്ട് തേച്ചുടിപ്പിച്ച് വിടാം. എടാ കുളുപ്പ് ഇട്ടോണ്ട് കളിക്കാൻ നാണല്ലേ? വെറുതെ എന്തിനാണ് അവനെ കളിയാക്കുക? എടാ പപ്പടം കളി. എന്റെ വണ്ടിയെ ചാരാൻ കയറ്റാൻ നിന്നോട് ആര് പറഞ്ഞു? വണ്ടിയിൽ ആരെ കയറ്റണം എന്ത് കയറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് നിന്റെ അച്ഛയുടെ വണ്ടിയല്ലേ? അടിച്ച് ഞാൻ അടിയടാ എന്നെ ആട്ടി മൂപ്പിക്കുന്നോ തെമ്മാടി? നിന്റെ 4 മുഴുപ്പുണ്ടായിരുന്നടാ എന്റെ കെട്ടിയോന്. അങ്ങേരെന്റെ മുമ്പിൽ ആടിയിട്ടില്ല. പിന്നെ നീ വാറ്റടിച്ചു വന്ന് ഉമ്മാക്കി കാണിക്കുന്നോ? ഒറ്റ പറക്കടി. ഇനി നീ എന്റെ വണ്ടി എടുക്കാനെങ്കിൽ വാ. ഓ നിന്റെ ഉണക്കച്ചണ്ടി ഇല്ലെങ്കിൽ എനിക്ക് വേറെ വണ്ടി കിട്ടത്തില്ലടി. ഓടി വെമ്പറ വരെ അവിടുന്ന്. അവനല്ലേ ഈ സംസാരിക്കുന്നത്? ഭദ്രം മുതലാളിയുടെ ജിഞ്ചി ബറീസ്. എന്ത് ജിഞ്ചർ ബറീസ് ആണെങ്കിലും പങ്കാച്ചിയുടെ ചെലാവില്ല. ഏതവനാടാ എന്റെ വണ്ടി ചാരായ അടിച്ചെന്ന് പറഞ്ഞു കൊടുത്തത്? ഞാനാ പറഞ്ഞു കൊടുത്തത്. നീ പറയുവല്ലേടാ പട്ടി. ചീട്ടെടുത്ത് വെക്കടാ. കച്ചറയൊന്നും വേണ്ട, നമ്മളെടുത്ത് വെച്ചോ. വേണ്ട 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 വേണ്ട, ഇവ എടുത്ത് വെച്ചാൽ മതി. ഒരിക്കൽ തൊട്ടുവരുത്. നീ ആരടാ പട്ടി എന്നെ ചവിട്ടാൻ? ചവിട്ടല്ലടാ, നിന്നെയൊക്കെ ഞാൻ തുണ്ടുമായിട്ട് എരിഞ്ഞോ. ഇപ്പൊ നന്നാവൂല. അരിയാൻ ചൂടുണ്ടെങ്കിൽ വാടാ. പോടാ, എല്ലാത്തിനും ഞാൻ കുത്തി നടത്തും. എടാ ഡൊമിനിക്, എടാ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പട്ടികളെ, ധൈര്യമുള്ളവനുണ്ടെങ്കിൽ വരീനടാ. ഒറ്റ തന്തയ്ക്കുണ്ടായി ഏതവനുണ്ടെങ്കിലും പാടാ. എടാ പാടാ. കത്തി. മതി നിർത്ത് നിന്റെ ഷോ. ബാക്കി നാളെ പറയാം. നീ പോടാ. നീ ആ കത്തിങ്ങതാ. നീ പോടാ തെണ്ടി. ദൈവമേ, എന്റെ കയ്യും പോയി. ചവിട്ട് കിട്ടി അതേ സ്ഥലം തന്നെയാ. ഇനി പിച്ചാത്തി വരുന്ന എന്ത് ചെയ്യും? അവനെ തൂക്കിയെടുത്ത ഓട്ടോറിക്ഷക്കകത്ത് കിടത്ത്. ഇതാണ് ഓട്ടോക്കാരുടെ ഐക്യമത്യം. നീർക്കായലിൽ കള്ള കയ്യും പോയി. ചവിട്ടി അങ്ങോട്ട് കേട്ടെ. പണ്ടാരവടങ്ങ എന്തൊരു ചൊറിച്ചില്. ചൊറിയതോ സ്വർണത്തിന്റെ നാഴികക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമനാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13ാം ഡൈവേഴ്സ് വാർഷികത്തിന്റെ വിഹിതം ഞാൻ എല്ലാ ഉച്ചാളികളെ ക്ഷണിച്ച് വരുത്തി. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിഷാരടി ചേട്ട മനസ്സ് പൂർണ്ണില പോലെയാ. നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ എന്താ കഥാനായകനൊരു മൗനം? എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. അതുകൊണ്ട് ദുഃഖാചരണത്തിനല്ല, സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ പാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ? രാധിക പിണങ്ങിപ്പോയോ? അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം. ചെക്കാണ് പ്രശ്നം. ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപ ചെക്ക് കൊടുത്തിരുന്നില്ലേ? ആ ചെക്ക് മടങ്ങിയോ? വെറുതെ അല്ല നിന്റെ കണ്ണാക്കിലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ 2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. 1, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏവൻ പറയട്ടെ. 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണേ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ, അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ. ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി. ഇതെന്തോന്ന്? എന്റെ കറുത്ത പെണ്ണേ കരിങ്കുഴലി. പത്താണിപ്പറ
പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വടം നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി തമ്മിലൊക്കെ എടുത്ത് വെക്ക്. നാണം കെടുത്തരുത്. വായി തോന്നിയ പാടിയാ മതി. കൂടെ ഞാനും കൂടിക്കൊള്ളാം. 1 2 3 4 5 6 7 50,000 രൂപയുടെ കാര്യമുള്ളൂ. இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க கால விழுந்து இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் കഴിച്ച மாதிரி. കയ്യിൽ വെച്ച ഇത് പൊള്ളൂല. ആടെ വീട് എഴുന്നേറ്റ് ഉടനെ കളയാമല്ലോ. എനിക്ക് വയ്യ. മതി 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 മോളെ മതി. நிர்பந்தம் பிடிக்க கூடாது. இந்த அம்மா எழுന്നേറ്റதுக்கு அப்புறம் தான் கிளப்பணும். മതി 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 എനിക്ക് അയ്യോ എനിക്ക് എനിക്ക് മതി. എത്ര മനോഹരമായ ആചാരം. മനോഹരം നിന്റെ നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണാ അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറി കിടന്ന് ഉറങ്ങുന്നത്? താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ചു. ഒരു അക്ഷരം മിണ്ടരുത്. ഇറങ്ങണ വെളിയിൽ ഇറങ്ങാൻ. ഇറങ്ങോ. മേലില് ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്. ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി. വണ്ടി രാവിലെ കഴുകി കൊണ്ടുവന്നൂടെ? കഴുകിയതാണ് അദ്ദേഹം. വരുന്ന വഴിക്ക് കുറച്ച് ചെളി അടിച്ചു. ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു സവാരി പോകുമ്പോ ഐശ്വര്യമായിട്ട് പോവാന്ന് വിചാരിച്ചു. ഐശ്വര്യമായിട്ട് പോകുന്നു കൊള്ളാം. മോളെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അധികം സ്പീഡ് ഒന്നും എടുക്കരുത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. വൈകുന്നേരം വിളിക്കാനും പോണം. ഓ ശരി. മറക്കരുത്. മോളെ അങ്ങോട്ട്. ഹലോ. ബൈ. സുധിയുടെ വീട് എവിടെയാ? എന്താ കേട്ടില്ല ചേച്ചി? ഈ ചേച്ചി നിലവിളി എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് സുധിക്ക് എന്നേക്കാൾ പ്രായക്കൂടുതലുണ്ട്. രണ്ടാമത് എന്റെ പേര് വിളിക്കുന്നത് എനിക്കിഷ്ടം. വലിയ വീട്ടിലെ പെമ്പിള്ളാരെ നമ്മൾ ഓട്ടോക്കാര് പേര് പറഞ്ഞ് വിളിച്ചൂടാ. എന്ന് ആര് പറഞ്ഞു? എന്നെ മീനാക്ഷി എന്ന് വിളിച്ചാൽ മതി. അതങ്ങ് പരന്നു പോയില്ലേ മീനാക്ഷി അമ്മേ? അയ്യേ, അങ്ങനെയൊന്നും വിളിക്കണ്ട. മീനെന്ന് വിളിച്ചാൽ മതി. എന്ത് വേണേ വിളിക്കാം. മീനുകുട്ടി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. സുധിയുടെ വീട് എവിടെയാ? ഇത് തന്നെ. ഇതോ? ഈ ഓട്ടോയോ? ഓ, എന്റെ വീടും കൊട്ടാരവും കുടിലും ഒക്കെ എന്റെ ഈ സുന്ദരിയാ. വേറെ ആരുല്ലേ? വേറെ ഉണ്ട്. തങ്കു, മൊയ്തുട്ടി, ലോനപ്പൻ, ശ്രീകൃഷ്ണ, അതൊരു ബാച്ച് വേറെ. ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് മീനുകുട്ടിയുടെ അപ്പൂപ്പന്റെ വീട്ടിലാ താമസം. ആരുടെ? എത്തിക്കിന്റെ വീട്ടിലോ? അയ്യോ പറയല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. കിടപ്പ് റോഡിലായി പോവും. വെളി നിർത്തിയാ മതിയായിരുന്നു. അയ്യേ, ഇതാണ് അതിന്റെ ഒരു എടുപ്പ്. 4 പേര് അറിയട്ടെ മീനാക്ഷി അമ്മ. കുറെ ദിവസം കഴിയുമ്പോ ഇവിടുത്തെ പിള്ളേര് ചോദിക്കും, മീനുകുട്ടി അറിയില്ലേ? ഏത് മീനുകുട്ടി? നമ്മുടെ സുന്ദരി ഓട്ടോയെ വന്ന് ഇറങ്ങുന്ന. ഇങ്ങനെ സുന്ദരിക്കും കിട്ടട്ടെ ഫേമസ്. അത് മാത്രമല്ല, കാലത്തും വൈകിട്ട് ഇവിടെ കയറി ഇറങ്ങി ഇവിടുത്തെ കലവില കാറ്റടിച്ച് കഴിയുമ്പോ ഇംഗ്ലീഷിലൊരു 4 പേച്ചടിച്ച് മീനുകുട്ടിയായിട്ട് ഇടിച്ചു നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം എനിക്ക് കിട്ടും. വൈകിട്ട് 3:30ക്കും 3:45 ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ താങ്ക്സ്. എന്താ? അല്ല, ഓക്കെ താങ്ക്സ് എന്ന് ഞാൻ വെറുതെ പറയായിരുന്നു.
ചേട്ടാ സുന്ദരിക്ക് എത്ര? 3 വരെ സുന്ദരി, ബാക്കി ഉച്ചയ്ക്ക് അടിക്കാം. 3 ലാർജ്. 3 മതിയാ? ഓ. ഇതാ മീനാക്ഷിയമ്മേടായിരിക്കുമല്ലോ. മെനക്കേടായി. ഇനി ഇതും കൊണ്ട് നമ്മൾ നടക്കണം. ഓണോ ആൾ തന്നെ തനിക്കൊന്നും കാണിക്കരുത്. മീനുകുട്ടി, മീനുകുട്ടി. जो हमारा देश भारत हमारा. അമ്മച്ചി. എന്താടോ? അല്ല മീനുകുട്ടി, മീനാക്ഷി, ബാങ്കർ കൃഷ്ണവല്ലത്തിന്റെ കൊച്ചുമോള്. ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ഇറങ്ങി പോകാൻ. ഒരു ക്ലാസ്സിലുണ്ടോ? പോടോ. जो हमारा देश भारत हमारा. മീനുകുട്ടി എന്നൊരു കുട്ടി. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എടാ രാമ്പിള്ളേ, എന്തോ ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന്? ആരാമട അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്? അതാ തന്നോട് ചോദിച്ചത്. ആരായാലും പിടിച്ച് പുറത്താക്ക്. ശരി. മീനുകുട്ടി. രാമായണത്തിലെ സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയത് പുഷ്പക വിമാൻ. അതെ, ബാങ്കർ കൃഷ്ണവല്ല അദ്ദേഹത്തിന്റെ കൊച്ചുമോളി ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആര്? മീനുകുട്ടി. ഇറങ്ങടോ. ഞാൻ നോക്കിക്കോട്ടെ. എടോ തന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. ഇത് എവിടേക്കാ പോകുന്നത്? തന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങാൻ? അതിനെത്ര ചിരിക്കാൻ വന്നിരിക്കുന്നത്? തുണിയില്ലായിരിക്കും. Get out. Get out. Silence. Silence. മീനുകുട്ടി, മീനുകുട്ടി. മീനുകുട്ടി നല്ല ആളാണ്. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാം. ഓടി ഓടി ഞാൻ ഒരു പരുവായി. ഇത് കണ്ട, ഇതൊന്നും സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ കാലിട്ടോണ്ട് നടക്കരുത്. നല്ല കാലത്തിന് ഞാൻ കണ്ടു. വല്ലവനും കണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ഉരുക്കി വിറ്റിരുന്നെങ്കിലേ അവന്മാരെല്ലാം കൂടെ തപ്പിയെടുത്ത് അകത്താക്കി സൂപ്പാക്കിയാനെ. ഇനിയെങ്കിലും സൂക്ഷിച്ചോടെ. കൈമോശം വന്ന് വല്ല ഓട്ടോക്കാരനും വിറ്റ് ബിരിയാണി അടിച്ചു എന്ന് പറഞ്ഞാ നമുക്കൊന്നും ഉറക്കം വരൂല. പോട്ടാ. എന്താ ഇത്? ഇതിരിക്കട്ടെ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കയ്യിലിരിക്കട്ടെ. പോട്ടെ. ഓക്കെ താങ്ക്സ്. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ദേ ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കെ താങ്ക്സ്. ആന്റി, ആന്റി. കാറിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെച്ചേ. ശരി പോലെ. ആരാ മോനെ അത്? വഴിയെന്ന് കിട്ടിയതാ. ഡാഡിക്ക് അറിയാൻ നോക്കിയേ. കൊച്ചമ്മയോടെ കൊച്ചമ്മേന്ന് വിളിച്ച് ആളെ കളിയാക്കാതെ. എന്റെ പേര് മഞ്ജു എന്നാ. വാ ആന്റി വാ. എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്. കണ്ടക്ടർ, കോൺട്രാക്ടർ, പിന്നെ ബിസിനസ്, അങ്ങനെ 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 പോകുന്നു. ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ നിങ്ങളാണോ നിങ്ങളെ? ഏതാ ജയ, നമ്മളൊന്ന് അടിച്ചു ജയിച്ചു വരുമ്പോഴേ നിന്റെ കർണക്ക് ടിക്കറ്റും തന്നില്ലേ? ഇവിടെ നോക്ക്. ആ പാർട്ടി ഇരിക്കൂ. കുടിക്കാൻ എന്താ ഒരു കഥകളി? ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു. എന്താ? വേണ്ട മോനെ, ആന്റി തമാശ പറഞ്ഞല്ലേ. തമാശ എന്താന്ന് ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. പറയല്ലേ മോനെ. നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കൈ പിടിച്ചു പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊളിക്കട്ടെ. ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു. ഒന്നുമില്ല. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു.
അല്ല ഇതെന്താണിത്? അല്ലെ ഇതെന്ത് കളിയാണിത്? ഇതൊരു കളിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണം. മനസ്സിലാക്കണ്ടായിരുന്നു. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വണ്ടാരവടങ്ങ എന്തൊരു ചൊറിച്ചില്. അയ്യോ ഇന്ത്യക്ക് പോയി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അക്കൗണ്ടന്റ് അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ? ഓ സർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും. സർ കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു. താൻ എന്താ ഈ പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടെത്തി പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിയുന്നോ മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4ാം ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുന്നല്ലാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയാമോ? ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയമാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും. കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യമാണ് നീ മിസ്യൂസ് ചെയ്തത്. മിസ്യൂസ് ചെയ്തെന്നാ? അതെ. എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. പറയും. മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു. മതി. ഇനി കുടുംബം വേണ്ട, വേണ്ട ഒരു കാപ്പും വേണ്ട. വേണ്ടക്ക് വേണ്ട. അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ. സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ? അതൊന്നും എന്റെ വിഷയമല്ല. വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നുമില്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കള്ളും കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്? ഇറാഖാണോ? അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാം? ബലാത്സംഗമാണോ? അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിന് നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്തു. ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. ഞാൻ നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110ാമത്തെ നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്ര. മിസ്യൂസ് ചെയ്തു. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25ാം തീയതി നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം, ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കും. നടന്നാൽ പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞ് നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1ാം തീയതി ഇങ്ങോട്ട് പോരണം. ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കും. നടക്കും. വെള്ളം മുക്കി തുടക്കടാ. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. എനിക്കല്ലേ? ഇവന്റെ സ്വഭാവം നിനക്കെങ്ങനെ കിട്ടി? അടിച്ചോണ്ടല്ല കൊഞ്ചിച്ച് പെണ്ണ് ഭക്ഷണമായി. പിടിയാനെ പാപ്പാൻ കുളിപ്പിക്കുന്ന പോലെ ആ സുധി അവന്റെ സുന്ദരിയോട്ടോയെ കുളിപ്പിക്കുന്നത്. അങ്ങോട്ട് തിരിയാനേ ഇങ്ങോട്ട് തിരിയാനേ ഇടത്തുകാൽ പൊക്കാനേ ആന ഇതൊന്നും ചെയ്യത്തില്ല. പാപ്പാൻ തന്നെ തൊണ്ട് ഉരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. നിനക്ക് പ്രാന്താടാ കൊച്ചനെ. അവനും അവന്റെ ഒരു സുന്ദരി. എന്ത് പിടിച്ചില്ലേ? നിങ്ങളുടെ പേരാണ് അസൂയ ഭാനു. എന്റെ സുന്ദരിയുടെ എടുപ്പ് വേണ്ട. നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന്. ഒരു പൊടിയുണ്ട്. നിങ്ങൾ എന്റെ ആട്ട കഴിയില്ലേ? ഇല്ല. കാലത്ത് ആദ്യം കൊടുത്ത ഞാൻ. നിന്റെ വണ്ടി ഇന്ന് അവസാനമേ കഴുകത്തുള്ളൂ. 4 ദിവസം കഴിയേണ്ട കാശിങ്ങിതാ.
തരാം 8 രൂപയുടെ കേസ് തന്നല്ലോ. ഒറ്റ ദിവസം സുധിയുടെ വണ്ടി ഞാൻ കഴുകാറില്ല. എന്നാലും പങ്കാച്ചിക്ക് 2 രൂപ രാവിലെ അവൻ കൈനീട്ടം തരും. അതിന്റെ ഐശ്വര്യം അവന്റെ വണ്ടി കണ്ടാലും ഉണ്ട്. ആശാനെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്ക്, എന്നിട്ട് വേണം ഒരു ആട്ടോ എടുക്കാൻ. അവളുടെ പുറത്തൊന്ന് കൈയെടുക്ക. എന്റെ വണ്ടിയിൽ ഞാൻ ആരെയും പഠിപ്പിക്കൂല. നീ പോയി പഠിച്ചേച്ചു വാടാലോനപ്പാ. എന്റെ വണ്ടി ഞാൻ നിനക്ക് തരാം. അപ്പൊ പങ്കാച്ചി എവനെ പറഞ്ഞു കേട്ടോ? ഈ ഊച്ചാളി പീസിനൊന്നും എന്റെ വണ്ടി കൊടുക്കാൻ പറ്റുകയില്ല. നിനക്കറിയാമോ, ഇന്നലെ അവൻ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയതേ ഉള്ളോ? ഇന്നലെ അവിടെ എന്തായിരുന്നു? വാളും പരിചയമൊക്കെ എടുത്തോണ്ട് തച്ചോളി ഏതായാലും വെട്ടുവടാ, കുത്തുവടാ, അരിഞ്ഞു വീഴ്ത്തുവടാ എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ തച്ചോളി സൂചി ഒന്ന് ഇട്ടുകൊടുത്ത് അതാ കിടക്കണ ഒവേല് നീരാളിപ്പെട്ട് പുതപ്പിച്ച് കിടത്തി അങ്ങ് ഉറക്കി. രാവിലെ ഉറക്കപ്പായി എണീറ്റ് വന്നിരിക്കാ. നോക്കിയേ, നിങ്ങൾ താക്കോല കൊടുക്ക. ആ കളിയൊക്കെ നിർത്തി. ഇന്നലെ അവൻ വെള്ളപ്പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് അവർക്ക് ഇഷ്ടമുണ്ടേ തരട്ടെ. താക്കോലം കൊടുക്കാൻ. കുടിക്കും പോയി വണ്ടി എടുത്തോണ്ട് വാടാ. ഒറ്റപ്പറക്കാടി താടി മാറാ. ആ ഒറ്റപ്പറക്കാടി, ആ ഒറ്റപ്പറക്കാടി. പിന്നെ കാണിച്ചു തരാം. ഞാൻ അവനെ വരട്ടിയുണ്ട്. പങ്കാച്ച് പേടിച്ചോയോ? ഓടാ പാപ്പടം. ഓം ഹരിശ്രീ ഗണപതായ നമഃ. ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പഴവും നേദിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ? നീലാണ്ട നമ്മുടെ ബാലേട്ടനും സുകുമാരനും അല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ എത്തിയോ? ഞാൻ വിചാരിച്ച അവിടെ സ്ഥിരതാമസം. കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ സ്ഥിരതാമസമായി. അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ. അതെടുത്ത് പണ്ടാരടിക്കാം. ഗണപതിക്ക് ചായ? അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും. എങ്ങനെ എന്റെ കാര്യം എങ്ങനെയാണ്? നിന്റെ കാര്യം നീയല്ലേ തീരുമാനിക്കട്ടെ? ഞാൻ വണ്ടിയുടെ കാര്യ പറഞ്ഞ. മുതലാളിക്ക് കാശ് കൊടുക്കണം. മുതലാളിക്ക് കാശോ? എടാ കാശുള്ളതുണ്ടല്ലോടാ അയാൾ. ബാലേട്ട കാലത്ത് തന്നെ എന്നെ കൊണ്ട് തൊള്ളത്തൊന്ന് പറയിപ്പിക്കരുത്. ത്രില്ലടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്? ഓൾഡ് ബാലൻസ് അടക്കം പറയണോ? ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ. ന്യൂ ബാലൻസ് വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിയിട്ട് 1500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ? നീ ത്രില്ലടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും. എപ്പ തരും? ഇപ്പം തരൂല, കിട്ടുമ്പം തരും. മതി. എടാ ബാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? അതെ, അതാണ് എന്റെ പേടി. ഗഫൂറെ ഒരു ഡബിൾ എനിക്ക് വേണ്ട. നിനക്കല്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കാര്യം മറക്കല്ലേ ബാലട്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ കാണും. എടാ പണം ബാലേട്ടിനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടിനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ ഒരു ചായ. നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്? വേണം. അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി? മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ പ്രോവിഡന്റ് ഫണ്ട് അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് അതാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ. ആ വകയിൽ അച്ഛനെ കിട്ടിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രയവിക്രയം നടത്താനുള്ള പരിപാടിയാ. ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട. പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗിലാ. എന്താ നീ എന്നെ ഒന്ന് ആക്കി പറയണ? ഒന്നുമില്ല. അവിടെ നീ കാര്യം പറ. പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല. ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. 5 അടി 5 ഇഞ്ച് സൈസിലൊരു മത്തങ്ങ തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടുപോയതാ. എന്നിട്ട് എന്താവാൻ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയെന്നോ? അതോടനുബന്ധിച്ച് വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക. എന്റെ ഈശ്വരന്മാര്. കൃഷ്ണുള്ള ദേഹം ദേഹം മച്ചി ആരുമില്ലേ? മിനിക്കുട്ടി കുളിക്കാൻ കയറിയിട്ടേ ഉള്ളായിരിക്കും. അങ്ങ് കേക്കട്ടെ. അയ്യേ, ഈ വേഷത്തിലാണോ കോളേജിൽ പോണേ? ഇന്ന് ഞാൻ കോളേജിലേക്കില്ല. ആ, എന്തു പറ്റി? എനിക്ക് നല്ല സുഖമില്ല, ഒരു ചെറിയ പനി. അയ്യോ, എന്നാ മീനുക്കുട്ടി പോയി കിടക്ക്. അദ്ദേഹം അമ്മച്ചി ഒന്നുമില്ല ഇവിടെ? ഇല്ല, അവരൊരു കല്യാണത്തിന് പോയി. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാ ഞാൻ പോവാത്തത്. അപ്പൊ ആരും ഇല്ല ഇവിടെ? അത് പറയണ്ട എന്നോട്. മീനുക്കുട്ടി ഒരു കാര്യം ചെയ്യും, ഒന്ന് ഫോൺ കറക്കി കമ്മീഷൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പറ. ഞാൻ ചിത്രക്കുട്ടിയെ ഡിമീന്ന് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോവാം. എന്ത് മീനുക്കുട്ടി ഫോൺ ചെയ്യുന്നില്ലേ? അവിടെ ആരുമില്ല. അങ്കിളിന്റെയും ചിത്രയുടെയും കൂടെ അവര് പോയിരിക്കുന്നത്. നല്ല അപ്പൂപ്പനും അമ്മൂമ്മയും ഇതുപോലെ 2 ജോഡികളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് ഒരു വഴിയായി കിട്ടിയേനെ. പലിശ ബോധവും കിടയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ തനിച്ചാക്കിയിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് പനി? അയ്യോ, റേഡിയേറ്റർ തൊട്ട പോലുണ്ട്. രസ്യം പനി.
ഒരു ക്രോസും കഴിച്ചു, ഇപ്പൊ മാറും. അതൊന്നും കഴിച്ചാ പോരാ, മരുന്ന് കഴിക്കണം. കരിപ്പെട്ടി ഇരിപ്പുണ്ടോ? എന്താ? ആ കരിപ്പെട്ടി, ചക്കര, മധുരമുള്ള. ഇവിടെ കാണാതിരിക്കില്ല, ഞാൻ നോക്കാം. ആ മിനുകുട്ടി, ഇതാണ് കരിപ്പെട്ടി. ഓഹോ, ഇംഗ്ലീഷിലും കരിപ്പെട്ടി തന്നെ. അത് ശരി. ഇത് മുഴുവൻ പനിക്കുള്ള വിറ്റാമിനുകളാണ്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ഒരു സ്റ്റീൽ ചരുവത്തിൽ, സ്റ്റീലാകണമെന്നില്ല, പിത്തളയാകാം, 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ കരിപ്പെട്ടി വിറ്റാമിൻ അതിലിടുക. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെക്കുക. സ്റ്റൗവിൽ വെച്ചാൽ മാത്രം പോരാ, കത്തിക്കണം. കത്തിക്കാം. എന്നിട്ട് ഇങ്ങനെ കത്തിക്കണം. എന്നിട്ട് 1 മിനിറ്റ് ഇതെന്താണെന്നറിയോ? തുളസി. തുളസി അല്ല, തുളസി. തുളസി? ആ, ഇത് അമ്പലത്തിലെ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചെവി തിരുകാനുള്ളതല്ല. ഇത് നിറയെ മഹാരോഗങ്ങൾക്കുള്ള വിറ്റാമിനുകളാണ്. അത് ശരി. ആ ആ വെട്ടി തിളയ്ക്കുന്ന ചൂടുവെള്ളത്തില് തുളസിയല്ല ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടണം. ശരി. എന്നിട്ട് കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് ഇങ്ങനെ ഇടണം. ഇത് കുറച്ച് കുരുമുളകും കുറച്ച് ചുക്കും ഇങ്ങനെ ഇടണം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് തുവരപ്പരിപ്പെടുത്ത്. പരിപ്പോ? ഞാൻ പോയി നോക്കണം മീനുക്കുട്ടി. വേണ്ട, ഞാൻ നോക്കാം. കൃഷ്ണപിള്ള അദ്ദേഹമല്ലേ? ഒരു റൈസ് ഉണ്ടായിരുന്നു. ഇല്ല, വൈകിട്ടേ വരൂ. പറഞ്ഞാൽ മതി, നാളെ രാവിലെ കൊണ്ടുവരാം. ഒറ്റമൂലി റെഡി. ചൂട് പോകുന്നതിന് മുമ്പ് കുടിച്ചോണം. ഒന്ന് വേർത്ത് കിട്ടിയാ പനി ഉടനെ പോവും. നമുക്കൊക്കെ പനി വന്നാൽ എങ്ങനെയാണെന്നറിയാം മീനുക്കുട്ടി? 2 ബ്രാൻഡി, തിളയ്ക്കുന്ന വെള്ളത്തിൽ കുരുമുളക് ഇട്ട് ഒറ്റയടി, പിന്നെ കൊണ്ടങ്ങും മലക്കും. കാലത്ത് പനി ഓക്കെ. താങ്ക്സ്, ഗോ ടു യുവർ ക്ലാസസ്. സുധിക്ക് പോണെങ്കിൽ പൊയ്ക്കോളൂ. അയ്യേ അയ്യേ, അതെന്തോന്ന്? ഇന്ന് ഓട്ടോ ഓടിയില്ലെങ്കിൽ ഓടിയില്ലെന്നേ ഉള്ളൂ. അതിന്റെ കൂടെ നാളെ ഓടും. സദ്യയെല്ലാം അടിച്ച് അപ്പൂപ്പനും അമ്മൂമ്മ വരട്ടെ. അതുവരെ ഞാനിവിടെ ഇരിക്കാം, ഒരു കൂട്ടായിട്ട്. வணக்கம் சொல்லுங்க. என்னையா தம்பரானுக்கு வணக்கம் சொல்லப்பா. எத்தனை வாட்டி சொல்றேன்? ഒന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കടാ. അമ്മാടി, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ ഈ വടിയും കുന്തവും കൊണ്ട് നടക്കരുതെന്ന്. അല്ലേലും നീ വേണ്ടാത്തൊക്കെ ചെയ്യുള്ളൂ. അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബിട്ടോണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ. അമേരിക്കയിലിരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ? എന്തിന്? കല്യാണി അറിഞ്ഞാലും പോരെ, പുകിലിന്. ആരും അറിയില്ല. അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി. ഈ വേഷത്തിന്റെയൊക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ. അമ്മേ, അവര് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. ആരാ? ആ ദല്ലാളി കൃഷ്ണൻകുട്ടി നായര്. മാങ്ങാട്ട് കാരണവരും ഉണ്ട്. പാലയത്ത് ആലോചിക്കാൻ വന്നവരെ തടുത്തു പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. നീ ഇതങ്ങ് ഉറപ്പിക്കണം. ചേട്ടാ അനിയന്മാരെ 2 പേരുണ്ട്. നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. ഈ കാണുന്നതൊക്കെ നമ്മുടെതാണെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം കേട്ടാ. വാ. നമസ്കാരം. ഭാസ്കരൻ നമ്പ്യാരെന്ന് കേട്ടപ്പോ ഇത്ര ചെറുപ്പമാവുന്ന് ഊഹിച്ചില്ല. ഇരിക്കൂ. കുട്ടികളെയൊക്കെ കണ്ടു, ബോധ്യായി. நம்ம பண்ண பார்த்தா எல்லாருக்கும் பிடிக்கும். ஏன்னா பெரிய അല്ല, ഇനിയിപ്പോ നിശ്ചയം നടത്തിക്കളയാം. അതെ, എങ്കിലും കാര്യങ്ങളൊക്കെ നമ്പ്യാരൂട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. എന്തു കൊടുക്കാം, എന്തുണ്ട്? കൊടുക്കാൻ എന്താ? ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. ഇവിടുത്തെ കുറുമ്പന്മാരും കാടും വരെ ഞങ്ങളുടെ അധികാരത്തിലാണ്. കേട്ടിട്ടുണ്ട്. കവടി വാരി വെച്ച് പണിക്കന്മാര് മുഴുവനും പറയും, മാമ്പുറത്തെ മച്ചിൽ ഭഗവതിരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിനു മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. സാമൂതിരി കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഇവിടുത്തെ തമ്പുരാൻ, അതായത് ഇപ്പൊ ഞാൻ ചെന്നാലേ ദഹിപ്പിക്കൂ.
ഇപ്പോഴത്തെ തമ്പുരാൻ അമേരിക്കയിലാണെന്ന്. എന്റെ അമ്മാമ രാമചന്ദ്ര മേനോൻ, അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരില്ല. അതെന്താ? അതെ, ഏട്ടനോ ഏട്ടത്തിയും മോളും ഒരു മെയ്യായിട്ട് കഴിഞ്ഞതാണ്. അമേരിക്കയിലെ തടിക്കച്ചവടമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടതാ. അവിടെ വെച്ച് ഏട്ടത്തി മരിച്ചു. അവിടെ തന്നെ അടക്കവും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിയെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഓഹോ, അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല, ഞങ്ങൾ ഇറങ്ങുന്നു. സഹൃദയരായ സഹപ്രവർത്തകരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമമായ കുപ്പുമൈ. സോറി, കുപ്പുമൈ. മാന്യ സദസ് ക്ഷമിക്കണം, തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പച്ചയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. ആഗോളവൽക്കരണവും ആത്മഹത്യയും. രചന KK പിഷാരടി, അത് ഞാൻ തന്നെ. ബ്രാഞ്ച് മാനേജർ എരിഞ്ഞിപ്പാലം. സംവിധാനം നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ടെയും ആരാധനാപാത്രവും ഈ ബാങ്കിലെ അക്കൗണ്ടന്റുമായ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ. ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇയാൾ എന്തിനാ എന്റെ പൊസിഷൻ വിളിച്ചു പറയുന്നത്? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടി വെച്ച് തന്നെ തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജിലാ. കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. മൂപ്പരെ ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ബാലേട്ടാ? ഓ നെഗറ്റീവാ? എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ്. കഷ്ടം പൊക്കാൻ വരട്ടെ, നാടകം നടക്കില്ല. അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഉടനെ അദ്ദേഹത്തെ ചോര കൊടുത്തില്ലേ മൂപ്പരുടെ കട്ടം വീഴും. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാനമന്ത്രിക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഇന്ന് ഈ നാടകം നടന്നിരിക്കണം. നിങ്ങൾ ഇങ്ങനെ സ്വാർത്ഥനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തുവായ നാടകം നടക്കും ഇല്ലല്ലോ. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ബാല. ഇപ്രാവശ്യം ഈ നാടകം നടന്നില്ലെങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫാനി കെട്ടി തൂക്കിച്ചാവും. ഇയാൾ എന്തെങ്കിലും ചെയ്തോ, ഞാൻ പോകും. ബാല പോവരുത്, പോവരുത്. അയ്യോ, ഞാനിനി എന്ത് പറയാലെന്തല്ലേ. ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ സോൾവ് ചെയ്യാം. അമ്മയ്ക്ക് അന്ന് ഹലോ ചെക്കലോ സഹൃദയരെ, ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഗോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോഷം ക്ഷമിക്കണം, വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു ദുഃഖവാർത്ത. ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അന്ത്യവിശ്രമം കൊള്ളുന്നു. Then I caught hold of her tummy like this. She started yelling, "Flappy blue." How do you like the college? So. തനിക്ക് എന്തിന്റെ അസുഖം? ഈ ഒരൊറ്റ അസുഖം എനിക്കുള്ളൂ. ഈ ഇംഗ്ലീഷ് കേട്ടാ അപ്പൊ തുടങ്ങും, പ്രത്യേകിച്ച് ഈ ചെത്ത് ഇംഗ്ലീഷ്. ഇഡിയറ്റ് ചീത്ത വാക്കാണെന്ന് എനിക്കറിയാം. എന്നെയാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. വല്ലതും പറയാനുണ്ടെങ്കിൽ മലയാളത്തിൽ പറയണം, അല്ല ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ടല്ലോ. ആ പോട്ടെ. നിങ്ങൾ എന്തിനാ എന്റെ കൈ ചോദിച്ചത്? കൈ പുറകിലോട്ട് എന്റെ കാലി കയറി പിടിക്കാൻ വന്ന്. കാലി കയറി പിടിക്കാൻ വന്നോ? അതെ അതെ, താൻ കൈ പുറകോട്ടിട്ടില്ലേ? ഒറ്റ ഒരെണ്ണം വെച്ചോണ്ടല്ലോ. ഇതെന്താന്ന് മനസ്സിലായ? ഇതാണ് പെട്രോൾ ടാങ്ക്. ഇത് തീരുമ്പം ഇത് ഇങ്ങനെ ആക്കിയില്ല, വണ്ടി ഇടിച്ച് നിൽക്കുന്നത്. അതിനാണ് ഇംഗ്ലീഷ് റിസർവ് എന്ന് പറയുന്നത്. ഐ എം സോറി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താണെന്നറിയാം, കുറെ ചെത്ത ഇംഗ്ലീഷ് അല്ലാതെ. നല്ല വേദനയുണ്ടല്ലേ? ഇല്ല, നല്ല സുഖം. താളയ്ക്ക് അടിക്കുന്ന ലാടം വെച്ച് ചെരുപ്പിന്റെ അടിയിൽ അടിച്ചു കയറ്റിട്ട് അത് വെച്ച് ചവിട്ടിയ വേദനയല്ല, നല്ല സുഖം. നമ്മുടെയൊക്കെ കൈയും കാലും ഒടിഞ്ഞു കിടന്നാലേ വെച്ച് വിളമ്പിത്തരാൻ ആരുമില്ല, ചാപ്പാട് മുട്ടും. മാസം എത്തിക്കിഷം വന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാൻ ഒന്നും കാണൂല കേട്ടാ. എത്തിക്കിഷനെ അറിയോ? അറിഞ്ഞൂടാ. നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ ബാങ്കർ കൃഷ്ണപിള്ള എനിക്ക് അറിഞ്ഞൂടാ. എത്തി പണ്ടാരം. എന്റെ അപ്പൂപ്പനെ ബാങ്കർ കൃഷ്ണപിള്ള. തന്നെ തന്നെ
എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചിലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ? അമ്മാമ്മ കാണണ്ട. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. അമ്മേ, കല്യാണിയുടെ കഴുത്ത് താലിയില്ല. വേഗം അമ്മാമ്മയെ അറിയിക്കണം. എവിടെ അമ്മാവാ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ളാ! അമ്മാമേ, 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 എവിടെ അമ്മാമ? അമ്മാവൻ നടക്കാൻ പോയി. മുരുക, ഓമ്പ്ര പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. പഴനിയും കഴിഞ്ഞൊക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മാമേ, അമ്മാമേ, അമ്മാമയുടെ മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു. ചെമ്പ് പുറത്ത്. കാര്യം പറയടോ. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ്. അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല. വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. നീ പെട്ടിയും പെടുക്കാതെ എടുത്തുക്കോ. പൊണ്ണു കഴിച്ച് താലിയില്ലെന്ന് എല്ലാവർക്കും തെരഞ്ഞു പോച്ച്. ഞാൻ തമ്പറാക്കിട്ട് ചൊല്ല പോരെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളിൽ കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ? ഒരു മാല കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ ഉള്ളൂ. എന്തായ അമ്മാമേ, ആ കള്ളനെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല.
എന്താന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് മുഴക്കം ഉണ്ടായില്ലേ എന്നൊരു സംശയം. ഉണ്ടാവില്ല. രണ്ട് ചെവിയിലും വെള്ളം തിരികെ വെച്ചാ പിന്നെ സാക്ഷാൽ ഗർഭക്കാലയ്ക്ക് പൊട്ടിയാലും പിന്നെ അല്ല, മുഴക്കമുണ്ടാവില്ല. ഞാൻ എന്റെ കൃഷ്ണ, നാട്ടിൽ 5 മിനിറ്റിനിടയിൽ 2 ബോംബ് വീതം പൊട്ടണ ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ ഒരു പേടിച്ചു. ഓ അല്ല, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? കൊടിയേറ്റം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉത്സവം ഗംഭീര. അതിന്റെ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കണം. അത് വേണോ? ജനസമ്മതനായ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേടിന് ഇവിടെ ഉള്ളപ്പോ എടോ, എനിക്ക് പേരും പദവിയും മാത്രമേ ഉള്ളൂ. നീയാണ് യഥാർത്ഥ ജനകീയൻ. എന്റെ വളരെ നാട്ടമ്മേ, ഇവനെ എന്തിനാ നാട്ടുകാരിട്ട് ഓടിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ബാല. അതെ അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാകും. അപ്പൊ കുറുപ്പേട്ട പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഭാവി പരിപാടി. നിന്നേ ഓടരുത്, ഓടരുത്. കുറുപ്പേട്ട ബാലേട്ടൻ എങ്ങടാ പോയത്? സ്ഥലം പറഞ്ഞില്ല. ദാ പോണം. മീനുകുട്ടി, തിരിച്ചു പറ മീനുകുട്ടി. സവാരി വേണമെന്നാ? ഇന്നാ ഇപ്പഴാ? അയ്യേ, എന്ത് മീനുകുട്ടി, പനി കൂടിയാ? അയ്യേ, എന്താ അയ്യേ, വന്ന് എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? പണ്ടാടങ്ങിട്ട് ബാലറ്റ് എങ്ങോട്ടാ ഓടുന്നത്? നീ എന്തിനാ ഓടിയത്? ബാലറ്റ് ഓടിക്കാൻ ഞാൻ ഓടിയത്. നീ എന്തിനാ എന്റെ പുറകെ ഓടിയത്? ഇവൻ ഞങ്ങളുടെ മുന്നിലായതുകൊണ്ട് ഞങ്ങൾ അവന്റെ പുറകിലായതല്ലേ. ബാലറ്റ് ആകെ പ്രശ്നമായിരിക്കണം. അയ്യോ, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയാൻ വേണ്ട, മതിയേ മതിയേ. അയ്യോ, കേട്ടിട്ട് ഒരു കുടുംബം മൊത്തം മോർച്ചറിയിലാവും. മൂർച്ചറിയോ? അതെ, അവരവനെ പൊക്കി. ആരാരെ പൊക്കി? സുകുമാരനെ, ആ ബ്ലേഡ് പാർട്ടി. എപ്പോ? ഇപ്പോ ഈശ്വര, വാങ്ങിയ പണം 50,000 രൂപ പലിശ അടക്കം തലശ്ശേരി അർച്ചനാ ടൂർ ഷോമിൽ കൊണ്ട് കൊടുത്താൽ അവന് ജീവനോടെ കിട്ടും, ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും. എന്തായാലും ശവം വേണ്ട. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റൂ. അതെ, എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാ ഇതെവിടുന്ന് ഒപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ? മണിയണ്ട, എന്തോ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? മണി എത്രയായിരുന്ന? വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വണ്ടി ഞാൻ റെഡി. നീ റെഡിയാണല്ലേ? ഓക്കെ. ഹലോ, രാധികയല്ലേ? ഇത് ബാലേട്ടൻ. എന്താ ബാലേട്ട? ഞാനേ ഒന്ന് തലശ്ശേരി വരെ പോവാണ്, എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്. സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും. ബാലേട്ടൻ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി എന്തും പറയും. പോയാ വണ്ടി ഫുൾ ടാങ്ക് ആണോ? കാൽ ടാങ്കേ കാണൂ. കാലെങ്കിൽ കാല എത്തുന്നിടവരെ എത്തട്ടെ, ബാക്കി നമുക്ക് നടന്നു പോവാം. അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? എന്നിട്ട് ഞാൻ അവിടുന്ന് ഓടി. അയ്യോ, ഏതായാലും സുധി കാലത്ത് പറഞ്ഞത് നടന്നു കിട്ടി. ഇപ്പൊ കോളേജിൽ എല്ലാവരും എന്നെ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ചെന്നപ്പോ മീനു, മീനുക്കുട്ടി, മീനാക്ഷി എന്നൊക്കെ വിളികൾ. ഇന്നത്തെ ഒരു ദിവസം എന്റെ മീനുക്കുട്ടി, അത് കഴിഞ്ഞ് എന്തെല്ലാം നടന്നെന്നറിയാം? ഒരു സവാരി കിട്ടി, ഒരു സായിപ്പ് മദാമേ. വണ്ടിയിലോട്ട് കയറി. ഡ്രൈവർ ഷവാഗോ ഷിബു ഹി ഷവാഹ ഷഹാ ഹുയി ഹുഹി കവാഹ കലായി. വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവർക്ക് പോകേണ്ട അടുത്തെല്ലാം കൊണ്ടുപോയി അവസാനം ഹോട്ടലിൽ കൊണ്ട് ചവിട്ടി ഇറക്കി വിട്ടു. സുധിക്ക് അത്രയ്ക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിക്കൂ, പ്ലെയിൻ ഓടിക്കൂലേ? എന്നാലും കുറച്ച് ഇംഗ്ലീഷ് അറിയണം. എന്തിന്?
മീനുകുട്ടിക്ക് ഗുണ്ടർട്ട് സാഹിബിനെ അറിയോ? ആര്? ഗുണ്ടർട്ട് സാഹിബ്. ആ, ഹെർമൻ ഗുണ്ടൻ. അതെന്തോ അങ്ങേര് വരെ മലയാളത്തിലാണ് പുസ്തകം എഴുതിയത്. ഇതൊക്കെ ശ്രുതിക്ക് എങ്ങനെ അറിയാം? എന്റെ മീനുകുട്ടി ഇപ്പൊ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഈ സീറ്റിലിരുന്ന് ആരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നറിയോ? വലിയ വലിയ എഴുത്തുകാര്, സാഹിത്യകാരന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ജഡ്ജിമാര്. എന്തിന്? ഒരു ദിവസം തിരുവനന്തപുരത്തെ മഹാരാജാവ് പൊന്നുതമ്പുരാൻ വരെ ഓട്ടോ കയറിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമില്ല, അവര് ഈ സീറ്റിലിരുന്ന് എന്തൊക്കെ വർത്താനം പറയുന്നറിയോ? അങ്ങനെ അവരുടെ വർത്താനത്തിന്റെ ഇടയെന്ന് ചുരണ്ടി അടിച്ചു മാറ്റിയതാണ് ഈ ഗുണ്ടത്ത് സാഹിബിന്റെ കഥ. ഓട്ടോ ഓടിക്കുമ്പോ ശ്രദ്ധ മുഴുവൻ പുറകിലല്ലേ? ഞങ്ങൾ ഈ ഓട്ടോക്കാർക്ക് ചുറ്റിനും കണ്ണും ചെവിയാ. എപ്പോഴെവിടെ നിന്നാ ഒരു വിളി വരുന്നെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒരു ഓട്ടം മുടങ്ങിക്കഴിഞ്ഞാല് അത്രയും കുറയില്ല എന്നത്തെ ശാപ്പാട്. സുധി, എന്നെ ചിത്രയുടെ വീട്ടിൽ വിട്ടാ മതി. ആ, കമ്മീഷണത്തിന്റെ വീട്ടിലല്ലേ? അതെ. മിനിക്കുട്ടി, കാലിലെ കൊലുസും ചങ്ങലയൊക്കെ ഉണ്ടല്ലോ. ആ, ഉണ്ടല്ലോ. ഓക്കെ, താങ്ക്സ്. ഗോ ടു യുവർ ക്ലാസ്സസ്. എന്താ പറഞ്ഞ? ഇപ്പൊ പൊയ്ക്കോ, കാലത്ത് ഞാൻ വീട്ടിൽ വരാമെന്ന്. എന്നിട്ട് ആര്? ആരോ? നീ ആര്? ഇളയല്ലേ? ആ, ഒരു തൊഴി വെച്ചാണ്ടല്ലോ. എന്ത് പറ്റി സുന്ദരി? എനിക്ക് വേണ്ട, വിട്ടുകളയല്ലേ. നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഓക്കെ, താങ്ക്സ്. ഗോ ടു യുവർ ക്ലാസ്. എന്താ ഇയാള് കാണിക്കണേ? ആള് മാറിപ്പോയി. അച്ഛോ, ഇതെപ്പോ വന്നു? ഇങ്ങനെ വരില്ലായിരുന്നു. ചെറുപ്പം വിട്ടിട്ടില്ലേ? ചെറുപ്പം ആവണ്ടേ? മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കടന്നിട്ട്. അയ്യേ, കെട്ടിപ്പിടിക്കേ. ആ പതിവ് എനിക്ക് നേരത്തെ ഇല്ലല്ലോ. ആ പതിവ് തെറ്റിക്കണ്ട. പക്ഷെ മറ്റേ പതിവുണ്ടല്ലോ. ഏത്? നല്ല ഒന്നാന്തരം മിലിറ്ററി ഉണ്ട്. ആ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നീട് ഒരിക്കലാവാം. എങ്ങനെ അച്ഛാമേ, സുഖാണോ? അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? അയ്യോ, ഇതിനു വേണ്ടിട്ടൊന്നുമല്ല. വന്ന സ്ഥിതിക്ക് നിന്റെ മുഖം ഒന്ന് കാണാതെ പോയാ അതൊരു വിഷമാവേ. അറിയാലോ, എന്നാൽ ഇതെന്റെ ഒരു പതിവല്ലേ. വാങ്ങാതെ പോയാൽ എനിക്കും വിഷമാവും. റോഡ് വരെ ഞാനും പറ്റേ അച്ഛാമേ. വേണ്ട, ഇത്രയും കാലം നടന്നതും കിടന്നതും ഒക്കെ ഒറ്റയ്ക്ക്. ഇനി എന്നാണാവോ ഈ വഴിക്ക് വരാം. കയറി ചെല്ലാൻ വേറെ ഏത് വീടാടോ അച്ചുമാമിക്ക്? അലർജി ഇതെന്നെ കൊണ്ടേ പോ. இந்த ஸ்ரீகிருஷ்ணா கைய வச்சா அது ராங்கா போகவில்லை. മനുഷ്യ ഒരു സവാരി ഒന്നും കിട്ടാതെ വേഗം നിൽക്കുമ്പോഴാ ഒരു ഡിസ്ചാർജ് ഉണ്ട്. ശ്രീഷാ ഓളടിച്ചല്ലടാ പപ്പടം. ഒരു സവാരിക്ക് പോകുമ്പോ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ പപ്പടം കിപ്പടം വിളിച്ചാണല്ലോ. നമ്മളോട് ചൂടാവുന്നേ. അതിന്റെ അച്ഛനെ കൃഷ്ണ കൈമ്പോൾ വലിയ പപ്പടം അയാളോട് പോയി ചൂടാവും കേട്ടാ. കൈ വിടാ അങ്ങോട്ട് മാറിയില്ലേ? ഇന്ന് വേറെ ഡിസ്ചാർജ് ഒന്നും ഇല്ലേ? ചിലപ്പോ ഒന്നുകൂടെ കാണും. അടുത്ത എന്റെ അനക്കാണ്. ഓ, എന്റെ വയറ്റിൽ അനക്കം വെച്ചു. ഒരു തുണ്ട് ഓട്ടം ഓടിയിട്ട് 2 ഇഡലി അടിക്കാന്ന് വെച്ചാ നമ്മൾ എളിത്തരാം. ആ കുടിയേ അത്രക്കായിട്ട് നിർത്തിയാണല്ലോ. അല്ല, എന്തോന്നാ ഇത്? ആ, വണ്ടി മാറ്റിയിട്ടാ, ഇവിടെ ഇടാൻ പറ്റില്ല. കിട്ടാ നീ എന്തോ ചെയ്യും? നിന്റെ തന്തയുടെ വകയാണ് സ്ഥലം. ഡൊമിനിക്ക് എന്റെ സ്ഥിരം പരിപാടിക്ക് പറ്റില്ല കേട്ടോ. എന്ത് എന്താ ഇത്? ഇവൻ കാണിച്ച് തെമ്മാടിച്ചരാ. പപ്പടം വണ്ടി കൊണ്ടുപോയി. പിന്നെ ഇവനാണ് ഒന്നാമേ. അതിന് മുമ്പിൽ ഇവൻ വണ്ടി കൊണ്ടുവച്ച് ഇവനോട് ചൂടാകുകയാണ്. കളവാങ്ങി തന്തയ്ക്ക് പറഞ്ഞു. സവാരിക്കാർ തന്തയ്ക്ക് പറയുമ്പോൾ കേൾക്കുന്നത് വയറ്റിപ്പാടിന് വേണ്ടിട്ടാ. ഒരേ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നത് എവനൊക്കെ എന്റെ തന്തയ്ക്ക് വണ്ടി എടുത്ത് മാറ്റ്. ഇട്ടില്ലെങ്കിലോ? നീ മാറ്റി ഇടില്ലെങ്കിൽ ഞാൻ എടുത്ത് മാറ്റിയിടും. എന്റെ വണ്ടിയെ തുടരുത്. നീ എടുത്ത് മാറ്റേ. ഇങ്ങോട്ടോ തള്ളടാ. ഇതാണ് ഓട്ടോക്കാരുടെ ഐക്യമത്യം. മാറ്റിയിടുന്നത് കൊള്ളാം. നിന്റെ ഊഴം വരുമ്പോഴേ നീ സ്റ്റാൻഡിൽ നിന്ന് പോകും. അതെ, കാണാം. ആ, കാണേ.
ഒന്ന് വേഗം വരുന്നുണ്ടോ? അയ്യേ തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഈശ്വര, ഇങ്ങനൊരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തം വായി നോക്കി നിന്റെ അച്ഛേ. ദേ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ, ഗുഡ് ഫോർ നത്തിങ് മങ്കി. എന്താ വന്നു എന്താ എന്താ പ്രശ്നം? അല്ല, ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ? അതേടാ, ഞാൻ അതൊക്കെയാ. അല്ല പിന്നെ ചെറ്റ ഏർപ്പാടേം ചെയ്യൂലായിരുന്നല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം. തരാം. 1 ലക്ഷം രൂപ റെഡി കാശ് കൈ തരാം. തമാശ പറയണ്ട. തമാശ അല്ല, സത്യം. സത്യം. വെറുതെ മോഹിപ്പിക്കരുത്. ഇല്ല. എന്നാ പറ. ആ കൈ കൊടുത്തിട്ട് ഓ, ഞെക്കിക്കൊല്ലേ. ഇപ്പോഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെയാ. നിന്റെ സുഖത്തിന് വേണ്ടി അല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. മനസ്സിലായി. ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അതെ. അദ്ദേഹത്തിന് കണ്ണിൽ കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. ഇത്ര ഇങ്ങനെ ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോണ്ടായി? എന്തോ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. അങ്കിൾ, ആ വീപ്പക്കുറ്റിയും തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കരളെ, ഓമനെ, എന്റെ തങ്കക്കുടമേ, ഞാൻ എത്ര ഭാഗ്യവാനാണ് മോളെ. നിന്നെ പോലൊരു ഭാര്യ എന്റെ സ്വപ്നമായിരുന്നു. എന്റെ ഡാഡിക്ക് പോലും ഏട്ടനെ എന്ത് ഇഷ്ടമാണെന്നോ? കഴിവറട്ട മോളെ, ഇത്രയും നല്ലവനായ ഒരു ഡാഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ്. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഇപ്പൊ വേണ്ട. അയ്യ. നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ ഞാൻ എന്ത് പൂർവ്വജന്മ സുഹൃതമാണ് ചെയ്തത്. എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ. വളരെ രാത്രിയായി, നമുക്കുറങ്ങാം. നീ ചുക്ക് കാപ്പിട്ട് കൊടുത്തുന്ന 2 രസങ്ങളോ വാങ്ങിച്ചു കൊടുക്കാത്തത്? അയ്യേ, നാളല്ലടാ എനിക്ക്. എന്തിനാ നാണിക്കുന്നേ? ഞാൻ ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തു. മീനുകുട്ടി അത് കുടിച്ചു, അതിന്റെ പനിയും പോയി. ആശുപത്രിക്ക് പറയണ കേട്ടു നിനക്കൊരു പനിക്കോളന്ന്. അവന്റെ ഒരു കോളേജിൽ പോക്കും ചുക്ക് കാപ്പിയും രസമടയും ആകെ കൂടെ ചെത്ത്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. 1 കിലോമീറ്റർ വരെ ഓടാതെ ആ പെണ്ണിന് കൂട്ടിരിക്കെങ്കിലേ ഞമ്മക്കിത് പറയില്ല. ചമ്പലോട്ട് കേട്ടോ. ഒന്നും പറയണ്ട. നീ ചെയ്തത് നന്നായി സുധി. തന്തയും തള്ളയും ഇല്ലാത്ത കൊച്ചാ, ഒരമ്പോറ്റി മോളാ അത്. സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു കൊച്ച്. அதனாலதான் சொல்றது, இதுவரைக்கும் தம்பரா 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 வந்தாச்சு. ஆரு? தம்பரா வந்தாச்சு. அம்மாமையா? ஆமா, தம்பரான்னு தம்பரா பொண்ணும் மாப்பிள்ளையும் சேர்ந்து வந்திருக்கீங்க. மாப்பிள்ளை? அப்படியான இந்த காரியம் തമ്പ്രാൻകിட்ட കേട്ടി சொல்றேன். വേണ്ട വേണ്ട വേണ്ട, അമ്മാമ്മയോട് ഒന്നും പറയണ്ട. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തതിന് ശേഷം വന്ന് പറയാം. ശരി, അപ്പടിയാവട്ടും. വാടാ മുരുക. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിക്ക്. എവിടെ ഭർത്താവ്? എവിടെ ഭർത്താവ്? എവിടെ ആരുടെ ഭർത്താവ്? ഇവളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് ഗമിക്കുന്നു. ഇത് ഇത് ഇവളുടെ ഭർത്താവോ? എന്താണോ വെട്ടിച്ചിരിച്ചിരിക്കുന്നത്? നിർത്തടാ. നിനക്കെന്താ ഇവിടെ കാര്യം? അമ്മാമേ, ഇതിലെന്തോ കുനഷ്ടുണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. അവനല്ല ഇവൻ, ഇവനല്ല അവൻ. ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. താൻ എന്താ ഈ പറയുന്നത്?
അമ്മാമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അണ്ണാ കല്യാണം കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ. അയ്യോ മനുഷ്യന്മാർ ഇങ്ങനെ നുണ പറയോ? അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി തന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അവള് പറയട്ടെ. നീ ആരെങ്കിലും ഇവനെ പരിചയപ്പെടുത്തിയോ? കണ്ടോ അന്നാ മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായാലും ഇപ്പൊ എന്താ ചെയ്യാ? തനിക്ക് ഇപ്പൊ എന്താ വേണ്ട? ഇത് ഞാൻ തെളിയിക്കും, പൂ പോലെ പുഷ്പം പോലെ ഞാൻ ഫൂൾ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരടാ വിഡ്ഢിന്നർത്ഥം. മനസ്സിലായോ? നിങ്ങൾ പോയി വിശ്രമിക്കും. കൈമളെ ഞാനും ഒന്ന് കുളിച്ച് റെഡിയാവാ. അത്തേൽ കൈമളെ സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ? ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? വിളക്ക് എണ്ണയും കുഴമ്പ് ദേഹത്ത് പിടിക്കട്ടെ, ഞാൻ പോയി കുളിച്ചേച്ച് വരാം. ഇതൊന്നും എന്റെ പുറകെ തേച്ച് പിടിപ്പിക്കേ. നീ ആര് വഞ്ചിക്കോട്ട വാലിബനോ ശിവാജിയെ വിട്ട് തിരുമിക്കാൻ? നല്ല ഫോഴ്സ് തടവടേ, കിഴി കുത്തണ പോലെ ബാഡിയിൽ ഇടിച്ച് തടവ്. അങ്ങനെ നമ്മളെന്നാ സിനിമയെ കണ്ടില്ലേ, തടിയനെ പെണ്ണുങ്ങൾ മസാജ് ചെയ്യണ അതുപോലെ. തടിയനോ? അംജദ് ഖാൻ. അവന്റെ സമയം. നല്ല രഹസ്യം കുട്സുകളല്ലേ ഇട്ട് തിരുമുന്നത്. തൽക്കാലം നീ എന്റെ കുച്ച എല്ലാം തരാം. ഓട്ടോ കഴിവാൻ പങ്കാച്ചി 3 രൂപ വാങ്ങിക്കുമെങ്കിൽ ഇത് കഴിവ് ഇറക്കാൻ ഞാൻ എത്ര രൂപ വാങ്ങിക്കണം? കമന്ന് കിടന്നാ ചവിട്ടി തിരുമ. നീ തിരുമിയാ മതി, ഞാൻ ചവിട്ടി തരാം. അല്ല ഇതാര്? സുധിയില്ലേ? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? ഇപ്പൊ വിളിക്കണോ? ശരി വിളിക്കാം. ആരടെ? നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്നെ കാണാൻ ഒരാളാ? ആര് രാവിലെ? ആരാ? ഇതാണോടാ ഒരാള്? പിന്നെ 2 ആളാണോ? നീ എന്റെ മാനം കെടുത്തില്ലടാ. ശരി ശരി, എന്തിനാണോ ചോദിക്കാം? ഞാൻ ചോദിക്കണം, അങ്ങ് ചോദിച്ചാ പോലെ. ഇടിച്ചിന്റെ സെന്റർ പോട്ടി ഞാൻ അടക്കളയും പോയി ചോദിക്കണം. വേണോ? എന്തിനാ വന്നതെന്ന്? ഒന്ന് കാണാനാ. ഒന്ന് കാണാനാ? എന്താ കാര്യം ചോദിക്കേ? എന്താ കാര്യമെന്ന്? ഒരു സ്ഥലം വരെ പോകാനാ. ഒരു സ്ഥലം വരെ പോകാനാ? അത്യാവശ്യമാണോ ചോദിക്കടാ? അത്യാവശ്യമാണോന്ന്? അത്യാവശ്യം. അത്യാവശ്യമാ. മീനുകുട്ടി അവിടെ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് എളുപ്പം വരാം. മീനുകുട്ടി കുളിക്കുന്ന കാണാം. മീനുകുട്ടി അവിടെ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വേഗം വരാമെന്ന്. മാന്യമഹാജനങ്ങളെ എല്ലാവരും കൈയടിച്ചേ. അയ്യോ, ഇതൊരുമാതിരി ചവറയിൽ തൊണ്ടുവല്ലുന്ന പോലെ ചളുക്കോ കൊടുക്കുന്നല്ലോ. ആർക്കും ശക്തിയില്ലേ? എല്ലാവരും കൈയടിച്ചേ. മഹാജനങ്ങളെ, ശക്തി നമ്മുടെ കൂടപ്പിറപ്പാണ്. അത് വേണ്ടടുത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കുക. എന്ന് വെച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ നേരെ ശക്തി പ്രയോഗിച്ചാൽ അവൻ ചിലപ്പോ ചൂടെടുക്കും. മഹാജനങ്ങളെ, ശക്തിയും മെയ്വഴക്കവും കൊണ്ട് അഭ്യസിച്ചിട്ടുള്ള ചില നമ്പറുകളാണ് നിങ്ങൾ ഇവരെ കണ്ടത്. അമേരിക്കൻ സർക്കസ് കൂടാരങ്ങളിൽ പോലും പണം കൊടുത്താൽ കാണാൻ കഴിയാത്ത ചില ഐറ്റങ്ങളാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ഞങ്ങൾ 3 വയറുകൾ ഇതുകൊണ്ടാണ് പഴയ്ക്കുന്നത്. കയ്യിൽ കാശില്ലാത്തവർ സന്തോഷത്തോടെ സർക്കസ് കണ്ടിട്ട് പോണം. കാശുള്ളവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിവ് പോലെ 10 പൈസ, 4 അണ, 8 അണ, 1 രൂപ വീതം ഈ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന പാത്രത്തിലിടുക. പലവള്ളി പെരുവെള്ളം യഥാശക്തി മഹാബലം. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതോ തുച്ഛം, ഞങ്ങൾക്ക് കിട്ടുന്നതോ മിച്ചം. മമ്മദ് കാക്കട തലമുട്ടേ. പറയുന്നേ കുഞ്ഞുങ്ങളോട് പറയുന്നേ. ആ
എന്താണ് ഇത്ര കൂവാൻ? ഇവിടെ ആരും കൂവിയില്ല സാർ. കൂവിയില്ലേ? എന്റെ മുഖത്തൊക്കെ പറയാമോ കൂവിയില്ലെന്ന്? പറയാം സാർ, ഇവിടെ ആരും കൂവിയില്ല. ഒരു ഓട്ടോക്കാരനെ കുരവേറ്റ യാത്രയാക്കിയതാ. നടു റോഡിൽ വെച്ചാണോ കുരവേടനും താലികെട്ടൊക്കെ? ഇവിടെ അങ്ങനെ ഒന്നും നടന്നില്ല സാർ. പിന്നെന്തായി കാണുന്നത്? തേങ്ങ അടിച്ച് സവാരി പോയതാ സാർ. ആരാടാ ഇതിനൊക്കെ നിനക്ക് ലൈസൻസ് തന്നത്? ദൈവത്തിന് തേങ്ങ അടിക്കാൻ ലൈസൻസ് വേണം സാർ. വേണ്ടി വരും, ഈ റോഡിൽ വേണ്ടി വരും. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ പെറ്റിയടിച്ച് അയ്യേ വീട് സാറേ, പ്രശ്നമാക്കണ്ട. ഒരാഴ്ച ആയില്ലല്ലോ നമ്മൾ തമ്മിൽ കൂടിയിട്ട്. നമ്മളന്ന് അടിച്ചടിച്ച് ചിക്കനൊക്കെ കടിച്ചു പറിച്ച് ഭാര്യക്ക് വീട്ടിലേക്ക് പാഴ്സല്. എന്തടിച്ചു? ഏത് ചിക്കൻ? ആരുടെ ഭാര്യ? ഞാനൊന്നും ഓർക്കുന്നില്ലല്ലോ. പാർസലോ? അതൊക്കെ പോട്ടെ. ഈ സ്റ്റാൻഡിൽ നിന്ന് അയ്യപ്പൻ കോവിലേക്ക് എന്ത് കൊടുത്തു പറയൂ. ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുക്കാനുമില്ല. ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. ദീപാരാധന നേരം വരെ ഞാൻ ക്ഷമിക്കും. അതിന് സാർ അതിനെ ഒന്നും ഓർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള വഴിപാടൊക്കെ നേരിട്ട് ദൈവത്തിന് കൊടുത്താൽ എന്താണെന്ന് ആലോചിക്കാം. ആർക്ക്? കമ്മീഷണർക്കോ? അത് ശരി. തല്ല് മുഴുവൻ ചെണ്ടക്കും കാശ് മാരാർക്കും. നിങ്ങളുടെയൊക്കെ നീറുന്ന പ്രശ്നങ്ങൾ ഒതുക്കാനും പരിഹരിക്കാനും ഞാൻ. ബാക്കിയൊക്കെ നേരിട്ടും. കാണാം കാണാം. സാറ് പോവാണോ? അല്ല, സാർ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് കളിക്കും. പോടല്ലേ? ഞാൻ വിചാരിച്ചു അല്ല, സാറ് ഇവിടെ നിന്നിട്ട് എന്റെ കൂടെ കൈകൊട്ടി കളിക്കാം. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കോൺസ്റ്റബിൾ, അയ്യേ